ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പിസോഡ് നമ്പർ 90 ബിഗ് ബോസ് മലയാള സീസൺ 7. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ ആദിലയും അനീഷും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. ആദിലയോട് അനീഷ് പറയുന്നുണ്ട്, ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എനിക്ക് പോകണമെന്നേ ഇല്ല, ഞാൻ പോകുന്നില്ല. അപ്പോൾ അത്ര അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് അനീഷ് ബിഗ് ബോസ് വീടുമായിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോളും അനീഷും നമ്മുടെ 9 days to go എന്ന് ബിഗ് ബോസിൽ അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അവർ ഊഞ്ഞാലിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച് അനീഷ് അനുവിനോട് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഉടനെ അനുമോൾ പറയുന്നുണ്ട്, ആദ്യമൊക്കെ കണ്ടപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ആൾ ഓക്കെയാണ്, ഇപ്പം നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ആ നിമിഷം അനീഷ് ഒന്നും ആലോചിക്കാതെ ഒരൊറ്റ ചോദ്യമാണ്, എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അത് കേട്ടതും അനു പെട്ടെന്ന് ഷോക്കായിപ്പോയി കേട്ടോ. ഷോക്കിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അനു ആദ്യം പറയുന്നത്, അനീഷേട്ടൻ പ്രാങ്ക് ചെയ്യുവാണോ, ഇത് പ്രാങ്ക് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അനീഷിൻ്റെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾക്ക് മനസ്സിലായി ഇത് കാര്യമായിട്ട് പറയുന്നതാണ്. പിന്നെ അനുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി, കല്യാണം വേണ്ടെന്നൊക്കെ വെച്ചതാണ്. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ നിർബന്ധിച്ചപ്പോൾ 2 yearsനുള്ളിൽ കല്യാണം കഴിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെ കരിയറും ലൈഫും ഒക്കെ ഒന്ന് സെറ്റിലായിട്ട് കുറേ സ്വപ്നങ്ങളും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു നല്ല സീരിയസ് ആയിട്ട് സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ അനീഷ് ഒന്നും മിണ്ടാതെ അവിടുന്ന് ഫേസൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വെച്ച് ഒരൊറ്റ പോക്കാണ് കേട്ടോ. പിന്നെ അനുവിൻ്റെ ഫേസിൽ മിന്നിമാഞ്ഞ എക്സ്പ്രഷനൊക്കെ, എന്താ ടെൻഷനാണോ? ബിഗ് ബോസിനോട് പോലും പറയുന്നുണ്ട് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിൽ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. ആരോടെങ്കിലും ഇത് പറയണമെന്ന് ആലോചിച്ച് ഇങ്ങനെ അനു നടക്കുവാണ്. പിന്നെ ലാസ്റ്റിൽ ആദിലെ കണ്ടു, ആദിലെ വിളിച്ച് കാര്യങ്ങളൊക്കെ ആദിലയോട് പറയുന്നുണ്ട്. ആദിലയോട് അനു പറയുന്നുണ്ട്, ഞാനൊരു ബ്രദറിനെ പോലെയാണ് പുള്ളിയെ കണ്ടത്, പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഷോക്കായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഒരു 10 days കൂടി വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും അതുപോലെ ഡീല് ചെയ്തേനോ എന്നൊക്കെ അനു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കെയറിങ്ങും കുളിക്കാൻ പോകുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അനു ആദിലയോട് പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് അപ്പം തന്നെ പറ്റില്ലെന്ന് പറയരുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുവിൻ്റെ ഒന്നാമത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ പുറത്ത് അനീഷിൻ്റെ ആർമി അനുവിനെ നെഗറ്റീവ് ആക്കുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. പിന്നെ ആദില പറയുന്നുണ്ട്, നിനക്കിത് കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ പേളി ശ്രീനിഷ് നിങ്ങളായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അനു പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോഴൊക്കെ ഇങ്ങനെ ഇഷ്ടമെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സുഖമുള്ള കാര്യമൊക്കെയാണ്, പക്ഷേ അനീഷേട്ടനെ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലെന്നൊക്കെയാണ് അനു പറയുന്നത്. ഇടയ്ക്ക് നിവിന് അവിടെ പതുങ്ങി നിന്ന് ഇവരെന്താ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ഒരു ഫൺ രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദില കണ്ടുപിടിച്ചേട്ടാ നിൻ്റെ കാലും നിൻ്റെ വയറൊക്കെ കാണാൻ ആ ഒരു മൊമെൻറ്റ്സൊക്കെ നല്ല രസമുണ്ടായത് കാണാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ എങ്ങനെയെങ്കിലും അനീഷിനോട് സംസാരിക്കണമെന്നുള്ള ഒരു രീതിയിൽ ഇതിലെല്ലാം അനീഷിനെ ഒന്ന് സംസാരിക്കാനായിട്ട് നോക്കി നടപ്പുണ്ട് അനു. ഇടയ്ക്ക് ഷാനവാസ് അനുവിനെ കാണുമ്പോൾ അനുവിനോട് പറയുന്നുണ്ട്, വാഷ്റൂമിൽ വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ. അത് കേട്ടപ്പോഴത്തേനും അനു പിന്നെയും ഡൗൺ ആയി, ഇനിയിപ്പോൾ ഷാനവാസ് എല്ലാം അറിഞ്ഞോ, അതുവല്ലോ ആണോ, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഷാനവാസ് ഉദ്ദേശിച്ചത് അതിലേക്ക് നൂറയൊക്കെ ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ദിവസം കൂടെയൊക്കെ ഉള്ളൂ, അതൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ. പിന്നെ അനു അനീഷ് അവരുടെ ആ ഒരു ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്. ഇപ്പോൾ അനുവിനോട് ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു അനീഷ്, അതിന് മറുപടി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ അനീഷിൽ നിന്നും പ്രതീക്ഷിച്ചതും അങ്ങനെയാണ്. പക്ഷേ അനീഷ് പിന്നീട് കാണിക്കുന്ന ഒരു സ്വഭാവ രീതി അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയല്ല. നിങ്ങളിങ്ങനെയാണോ പ്രതീക്ഷിച്ചത്? ഇഷ്ടം തോന്നുന്നതൊന്നും ഒരു തെറ്റല്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ഇനിയൊരു 9 days കൂടി ഉള്ളൂ, ഇത്രയും ദിവസം പിടിച്ചു നിന്നിട്ട് ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എന്തിനാ അനീഷ് പുറത്തിട്ടേന്നൊരു ഇതുണ്ട്. അതും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ? അത് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനു അനീഷിൻ്റെ പുറകെ കാര്യമായിട്ട് സംസാരിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദേഷ്യം പിടിച്ച ഒരു മുഖഭാവമാണ് നമ്മുടെ അനീഷിന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കിച്ചണിൽ സവോളയൊക്കെ അറിയുമ്പോൾ അനീഷിൻ്റെ ആ ഒരു ഫേസ് നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം അനീഷിൽ നിന്നും നമ്മൾ ആരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച ഇങ്ങനെ ഒരു പ്രതികരണം ആണോ എന്നൊന്ന് പറയണം. പിന്നെ പുറത്തിറങ്ങി മാന്യമായി സംസാരിച്ച് തീർക്കാനുള്ളതേ ഉള്ളായിരുന്നു. എനിക്കെന്തോ അനീഷിൻ്റെ ഈ ഒരു എനിക്ക് ഗെയിമായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത്. പിന്നെ നൂറയെ വിളിച്ച് നൂറയോട് അനുമോള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നൂറയാണെങ്കിലാ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വീക്സിലൊക്കെ ഇവർ ഈ അനുവിനെ അനീഷിനെയൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കുന്നതൊക്കെ ചിലപ്പോൾ അത് ഫീൽ ചെയ്ത് ചിലപ്പോൾ അത് സീരിയസ് ആകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്
മറ്റേ നമ്മുടെ നൂറ പറയുന്നുണ്ട്. അതിലെ നൂറയും കൂടെ ഒരു സംസാരം, ഈ അനു ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് സംസാരിച്ചതിന് കാരണം അത് വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ടാണ്, ആരും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ നമ്മളോട് പറയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അനു ഇങ്ങനെ അനീഷിനോട് സംസാരിക്കാനായിട്ട് നടക്കുവാണ്. പിന്നെ അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് അനീഷേട്ടാ ഒന്ന് വരുമോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അനീഷ് പറയുന്നുണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല, മൈജി കോർണറിലോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനുള്ള, അതവിടെ കഴിഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. അനീഷ് അനുമോളെ ഒഴിവാക്കി അങ്ങ് വിടുവാണ്. പിന്നെ നമ്മുടെ സാബുമാൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എഗ്ഗ്, നമ്മുടെ സാബുമാൻ്റെ എഗ്ഗ് കാണുന്നില്ല, എഗ്ഗ് കിട്ടിയില്ല സാബുമാന്. അപ്പോൾ അതിൻ്റെ പേരിൽ സാബുമാൻ്റെ ആ ഒരു സംസാരമൊക്കെ നല്ല രസമാണ്, ചിരിയാണ് വന്നത് കേട്ടോ. ആരെടുത്താലും അവർ വിൻ ചെയ്യില്ല, ഇങ്ങനെ മോഷ്ടിച്ച് കഴിക്കുന്ന ആൾക്കാരൊന്നും വിൻ ചെയ്യത്തില്ല, അങ്ങനെ കുറച്ച് ശപിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എടാ ഞാനും ഇടയ്ക്ക് മോഷ്ടിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ നീ വിന്നാവില്ലെന്നൊന്നും പറയല്ലേ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അതിൽ നൂറയൊക്കെ ഇടയ്ക്ക് അനീഷിനോട് ഈ ഫുഡ് കഴിക്കാൻ നേരമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി അനീഷേട്ടാ, ഫേസൊക്കെ അങ്ങ് വിഷമത്തിലാണല്ലോ, എന്തോ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനീഷൊന്നും പറയുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട്, ഇനിയും പ്രൈസ് എമൗണ്ടിൽ നിന്ന് കുറഞ്ഞതിൻ്റെ സങ്കടമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അതൊക്കെയാണെന്നാണ് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവർ മൂന്നുകൂടെ ആദില, നൂറ, ഷാനവാസ് ഇരിക്കുമ്പോൾ ഇതുപോലെ അനീഷിൻ്റെ കാര്യം പറ്റി സംസാരിക്കുമ്പോൾ അനീഷിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ഇങ്ങനെ ഷാനവാസ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അനുമോള് പറയുന്നുണ്ട്, ഇന്നപോലെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട്. ഓ അത് ശരിയെന്നൊക്കെ പറഞ്ഞ്, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു അവിടെ ഷാനവാസ് ചെയ്ത് കേട്ടോ. ഷാനവാസ് അനുവിനോട് പറയുന്നുണ്ട്, കാരണം നീ അങ്ങനെ ചെയ്തില്ലേ, നീ എന്തുവാ ഐ ലവ് യു എന്ന് വെച്ചാൽ പില്ലോ ഒക്കെ കൊടുത്തില്ലേ, അതൊക്കെയാണ് നീ എന്നൊക്കെ പറഞ്ഞ് കുറേ അനുവിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അനീഷിനോട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഫ്രണ്ടായിട്ട് പറഞ്ഞില്ലേ എന്നൊക്കെ. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയല്ല, ഇതല്ല എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫൺ രീതിയിൽ ആ ഒരു ഇത് അതൊക്കെ കേൾക്കുമ്പോൾ അനുവിന് പിന്നെ പുറത്തിനെ എനിക്ക് നെഗറ്റീവ് ആവുമോ, പിന്നെ അനീഷിൻ്റെ PR-കളൊക്കെ ഇനിയും അനുവിനെ നെഗറ്റീവ് ആക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനാണ് മെയിനായിട്ട് അനുവിനുള്ളത് കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ഇത്തവണ ക്യാപ്റ്റൻ ഇല്ല, പകരം നമുക്ക് ഈ ഒരു പ്രകടനം വെച്ച്, കഴിഞ്ഞ വീക്കിലെ പ്രകടനം വെച്ച് ആരെയാണ് വോട്ട് ചെയ്യുന്നത് അവരെ സെലക്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നിവിനായിരുന്നു. അനു വോട്ട് ചെയ്തത് അനീഷിനായിരുന്നു കേട്ടോ. പറഞ്ഞ റീസണ് നല്ല ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയാണ്. അനീഷ് പറഞ്ഞത് നിവിനെയാണ്. നിവിന് ഒരു കംബാക്ക് ആയിരുന്നു ഈ ഒരു വീക്കിൽ. ശരി, എനിക്കും അങ്ങനെ തോന്നി. ഇനിയിപ്പോൾ ലാസ്റ്റിൽ ഇനിയും വരുമ്പോൾ ഓവറാക്കി കളയാതിരുന്നാൽ മതി. പിന്നെ നടന്നത് ജയിൽ നോമിനേഷനായിരുന്നു. നൂറെ സാബുമോനെയായിരുന്നു എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത്. ഇതിൽ നെവിൻ വോട്ട് ചെയ്തത് സാബുമോനെയാണ്. പറഞ്ഞ റീസൺ പരാജയമായിരുന്നെന്നായിരുന്നു. പിന്നെ ആദില സാബുമോനെ വോട്ട് ചെയ്തതിൻ്റെ റീസൺ പറഞ്ഞത് നാരദപ്പണി, കൂടെ സ്വന്തം വയറ് നിറയ്ക്കലും പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്. പിന്നെ ഈ ഒരു നമ്മുടെ കഴിഞ്ഞ വീക്സിൽ നമ്മുടെ സാബുമോനെ നല്ലപോലെ എക്സ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു വിഷമം നമുക്ക് ഈ ഒരു വീക്കിലും നമ്മുടെ സാബുമാൻ്റെ ഫേസിലൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ സാബുമാൻ്റെ ജയിൽ നോമിനേഷനായിരുന്നു. ജയിൽ നോമിനേഷൻ പറഞ്ഞ റീസൺ അനുവിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ഫുൾ ഡ്രാമയാണ് അനു. അതുപോലെ PR ടീം ട്രെയിൻ ചെയ്ത പോലെയാണ് അനു ഇവിടെ കളിക്കുന്നതെന്നാണ് നമ്മുടെ സാബുമാൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ അനുവിൻ്റെ ഫേസ് അങ്ങ് മാറി കേട്ടോ. ടെൻഷനുമായി, കുറച്ച് ടെൻഷൻ കൂടിയോ എന്നൊരു സംശയം ഇല്ലാതെയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ജയിൽ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, വേണമെങ്കിൽ മാത്രം ഇഷ്ടപ്രകാരം മാത്രം പോയാൽ മതി. അതുപോലെ ജയിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നൂറയും സാബുമാനും പോകുന്നുണ്ട്. അപ്പം അനു സാബുമാനെ വിളിച്ചിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് സാബുമാനും നൂറൊക്കെ ഇറങ്ങാറായപ്പോൾ എല്ലാവരും കൂടി ലാസ്റ്റ് നിമിഷം ആ ഒരു ജയിലിൽ എല്ലാവരും കൂടെ പോകുന്ന ആ ഒരു മൊമെന്റ്സ് ഒക്കെ നല്ല രസമായിട്ട് തോന്നി. അക്ബറും അനുമോളും തമ്മിലുള്ള സംസാരമുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അനു സോറിയൊക്കെ പറയുന്നുണ്ട്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാന്ന് മനസ്സിലായിട്ടുണ്ടാവാം, സോറിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു സംസാരം സൂപ്പറായിരുന്നു. ഈ ഒരു ബിഗ് ബോസ്, ഇത്രയും നാളുള്ള ബിഗ് ബോസിൽ ഇതുവരെ ആരെങ്കിലും എന്നെപ്പോലെ വന്ന് ഇത്ര നന്നായിട്ട് പോയ ഒരാൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ കിച്ചണിൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് അടുക്കള വഴി കയറി വന്ന് അതൊക്കെ ആരെങ്കിലും ഉണ്ടോ? നല്ല രസമാണ്. ഇതൊക്കെ തന്നെയായിരുന്നു ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ അനു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്.
അതിനിപ്പോൾ കുറച്ച് ദിവസം കൂടെയൊക്കെ ഉള്ളൂ, ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഈ ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടട്ടെ. അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക്